തിരുവൾത്താരയിലെ സ്നേഹബഹുമാനമുള്ള ഈ ആശ്രമത്തിൻ്റെ ശ്രേഷ്ഠനും തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായ വലിയ ബഹുമാനപ്പെട്ട റാപ്സനച്ച, സ്നേഹബഹുമാനമുള്ള സെബാസ്റ്റ്യനച്ച, ജോസഫ് അച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എത്രയും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ ഈ മൂന്നാം പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇക്കൂട്ടത്തിൽ എഡ്വേർഡ് എന്നു പേരുള്ളവരെയും ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് തിരുവൾത്താരയിൽ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഡെന്നിസ് അച്ഛൻ ഇവിടെ ഉള്ളപ്പോഴാണ് വന്നിട്ടുള്ളത്. അന്ന് ഈ ചെറിയ ചാപ്പൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോർന്നുകൊണ്ടിരിക്കുന്ന ആശ്രമം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിവിടെ വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷവും ഇവിടെ കടന്നു വരുമ്പോൾ ഒരു ആത്മീയമായ ഉണർവ് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഈ മണ്ണിനൊരു പ്രത്യേകതയുള്ളതായി കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്കത് തോന്നും. പ്രൈസ് ദ ലോർഡ്. ഇത് തിരുനാളിൻ്റെ മൂന്നാം ദിവസമാണ്. ബൈബിളിലെ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. ത്രിത്വത്തിൻ്റെ അടയാളമാണ്, തിരുക്കുടുംബത്തിൻ്റെ അടയാളമാണ്, അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടയാളമാണ്, അത് കാനായിലെ അഭിമാനമാക്കിയതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്, അതൊരു ഉയിർപ്പിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ ഈ മൂന്നാം ദിവസത്തിൽ ഒരു വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അച്ഛൻ പറഞ്ഞതിന് മുമ്പ് തന്നെ ചില ആൾക്കാർ തലകൊണ്ട് എല്ലാം ശരിയാണച്ചോ, എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തല പെടലി ഒടിയരുത് കേട്ടാ. ഒടുവിൽ കോളർ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചോദിക്കും എന്തു പറ്റി. ഒരു നെൽസൺ ജോബ് അച്ഛൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു, അങ്ങനെ അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു, പെടലി ഒടിഞ്ഞു പോയി. പിന്നെ റാപ്സൻ അച്ഛൻ്റെ അടുത്ത് കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വന്നത് നേരെയാക്കി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉറങ്ങരുത്, പറഞ്ഞതിന് മുമ്പ് തന്നെ ഉറങ്ങരുത് കേട്ടോ. ഞാനപ്പോൾ ഉറക്കം മാറ്റാനുള്ള മരുന്ന് ഇടക്കിടക്ക് തരാം. അപ്പോൾ ഒരു വചനം പറയാം, കാരണം ഉയർത്തു വരാൻ. ലൂക്ക 2:41-42 43. ഓക്കെ. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൈതാഴിട്ട് എന്ത് മനസ്സിലായി? ചേച്ചി അവിടെ ഇരുന്നു, നിൽക്കണേണ കിടക്കണേണ, എന്താണ്? ഇരിക്കും, അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. അപ്പൊ എന്തു മനസ്സിലായി ഈ വചനം വായിച്ചിട്ട്? അതിലൊരു വചനം ഉണ്ടായിരുന്നു, പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? തിരുക്കുടുംബം തിരുസഭയ്ക്ക് കൈമാറിയ പതിവാണ്, പൈതൃകമാണ്, പാരമ്പര്യമാണ് തിരുനാൾ. പക്ഷെ നമ്മൾ എന്തെന്നാ പറഞ്ഞത്? പെരുന്നാളിന് പോണെന്ന്. പാട്ട് തന്നെ അങ്ങനെയല്ലേ? മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണമെന്ന്, അർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടണമെന്ന്, ഓശാന പെരുന്നാൾ വന്നു. പഴയ പാട്ടാ അച്ഛൻ പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാവരും തെറ്റിച്ചു പറയുന്നൊരു വാക്കാണ്, അത് തെറ്റുമാണ്. ഇവിടെ ചെണ്ടമേള ഇല്ല, വാദ്യമേളമില്ല, പടക്കമില്ല, വെടിക്കെട്ടില്ല. ഇതാണ് തിരുനാൾ. ശരിയല്ലേ? സാധാരണ പെരുന്നാൾ എന്ന് വെച്ചാൽ എന്താണ്? പെരിപ്പിക്കുന്ന നാൾ. ഒട്ടും ആത്മീയതയില്ലാത്ത ഉത്സവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം പെരുന്നാൾ, പെരിപ്പിക്കുന്ന നാൾ. ചെണ്ടമേളം, വാദ്യമേളം, കരയാട്ടം, കരയോട്ടം, മെഗാഷോ, മെഗാത്തല്ലിൽ അവസാനിക്കും. ഇവിടെയല്ല, കൊച്ചിയിലെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തിരുനാൾ പെരുന്നാൾ ആവരുത്. എന്താണ് തിരുനാൾ? തിരുഹൃദയം. തിരു എന്ന് വെച്ചാൽ എന്താണ്? വിശുദ്ധമായ നാൾ, വിശുദ്ധി പ്രാപിക്കുവാനുള്ള നാൾ, ദൈവത്തിലേക്ക് തിരിയുവാനുള്ള നാൾ.
ബൈബിൾ പഠനമനുസരിച്ച് തിരുനാൾ എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ആത്മീയമായ ആഘോഷ അവസരമാണ് തിരുനാൾ. ആഴ്ചയിൽ ആഘോഷിക്കുന്ന തിരുനാളുണ്ട്. 7-ാം ദിവസം ദൈവം വിരമിച്ചു, വിശ്രമിച്ചു, അനുഗ്രഹിച്ചു. അപ്പൊ വിശ്രമിക്കാൻ, അനുഗ്രഹിക്കാൻ, വിശുദ്ധീകരിക്കാൻ ദൈവം തന്നതാണ് ഞായറാഴ്ചയും കടമുള്ള ദിവസം. ഇനി യേശയ്യാ 1:14-20 പോയാൽ അമാവാസി, കരമുയർത്തുമ്പോൾ, സ്വരമുയർത്തുമ്പോൾ മുഖം തിരിക്കുന്ന ദൈവം, അത് പെരുന്നാളാണ്. നിങ്ങളുടെ ഉത്സവങ്ങളും അമാവാസിയും എനിക്ക് വെറുപ്പാണ്. കരമുയർത്തുമ്പോൾ, സ്വരമുയർത്തുമ്പോൾ മുഖം തിരിക്കുന്ന ദൈവം, അത് പെരുന്നാളാണ്. മറിച്ച് ദൈവം 7 തിരുനാളുകൾ സ്ഥാപിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക്, ലെവായരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ 7 തിരുനാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പെസഹ തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ, കൂടാര തിരുനാൾ, വർഷാരംഭ തിരുനാൾ, പാപപരിഹാര തിരുനാൾ, ഇങ്ങനെ പോകുന്ന 7 തിരുനാൾ. ഇതുകൂടാതെ ജൂബിലി ഉണ്ട്. ലെവായരുടെ പുസ്തകം 25:7 തുടങ്ങി വായിച്ചാൽ ജൂബിലി, ഇവിടെ എല്ലാം ജൂബിലേറിയൻസ് ആയിരിക്കണം. 25 കഴിഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇന്ന് തന്നെ ലെവായുടെ പുസ്തകം 25 വായിക്കാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 7 ക്രിയകൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് തിരുനാളാണ് ഇവിടെ ആഘോഷിക്കുന്നത്? ആവിലായിലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ. അപ്പൊ തിരുനാൾ ആഘോഷിക്കുന്നതിനെ കുറിച്ച് വത്തിക്കാൻ സെക്കൻഡ് 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. 1, വചനം ധ്യാനിക്കാൻ. പറഞ്ഞേ. 2, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ. 3, അനുരഞ്ജനപ്പെടുവാൻ, ഒരുമിച്ച് കൂടാൻ, സന്ദേശം ഉൾക്കൊള്ളണം. ഓരോന്നും എടുക്കാം. എന്താണ് ആദ്യത്തേത്? വചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. അതാണ് അമ്മ ത്രേസ്യ. വചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. വചനമാകണം, വചനമേകണം. സുവിശേഷമാകണം, സുവിശേഷം ഏകണം. നമ്മൾ സദ്വാർത്തയാകണം, പത്രവാർത്തയാകരുത്. നമ്മൾ സുവിശേഷമാകണം, നാട്ടുവിശേഷമാവരുത്. അപ്പൊ വചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. അതാണ് അമ്മ ത്രേസ്യ ചെയ്തതും അമ്മ ത്രേസ്യ അല്ലെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചതും അല്ലെ ആഭ്യന്തര ഹർമ്മ്യത്തെക്കുറിച്ച് 7 സദനങ്ങളെക്കുറിച്ചും അമ്മ പഠിപ്പിച്ചത്. ഞാൻ അധികം പറയണില്ല, കാരണം നിങ്ങൾ അമ്മ ത്രേസ്യയുടെ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മ ത്രേസ്യനെ ഇങ്ങനെ വിഴുങ്ങിയേക്കുന്ന ആൾക്കാരാണ്. റാപ്സൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് തറപ്പിച്ച് ഉറപ്പിച്ച് വെച്ചേക്കണേണല്ല അല്ലെ? ശരിയല്ലേ? അമ്മ ത്രേസ്യ എന്ന് വെച്ചാൽ 1000 നാവാണ് മക്കൾക്കുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മ ത്രേസ്യയെ കുറിച്ച് പറഞ്ഞാൽ മാർപ്പാപ്പയെ കുരിശുരക്കാൻ പഠിപ്പിക്കണ പോലെ ഇരിക്കും. അതുകൊണ്ട് വചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. 2, കുമ്പസാരിച്ചു വിശുദ്ധ കുർബാന സ്വീകരിക്കണം. നമുക്കറിയാം ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? ജൂബിലി. എന്തിന്റെ ജൂബിലി? ഈശോയുടെ ജനനത്തിന്റെ അല്ലെ, ജനിച്ചതിന്റെ 2025. കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 24 ഫ്രാൻസിസ് പാപ്പ എന്താ ചെയ്തത്? വത്തിക്കാനിലുള്ള 4 ബസലിക്കയുടെ വാതായനങ്ങൾ തുറന്നു. പത്രൂസിന്റെ, പൗലോസിന്റെ, മേരി മേജർ, ലാറ്ററൻ ബസലിക്കയുടെ വാതായനം തുറന്നു. അതിനുശേഷം ജയിലിലെ വാതായനവും തുറന്നുകൊണ്ട് പാപ്പ അപ്പസ്തോലിക പ്രബോധനം നൽകി. അതാണ് റോമ 5:5. കരമുയരട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ അപ്പോസ്തലിക ലേഖനം വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞേക്കണത്. 1, പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചേറ്റു പറയണം. എന്ന് വെച്ചാൽ എന്താണ്? കുമ്പസാരിക്കണം. വെരി ഗുഡ്.
രണ്ടാമത്തത് മാപ്പ് കൊടുക്കണം. എന്ന് വെച്ചാൽ എന്താണ്? അനുരഞ്ജനപ്പെടണം. കുമ്പസാരിക്കുമ്പോൾ നമുക്ക് എത്ര താലന്താണ് ഇളവ് ചെയ്തു തരുന്നത്? ബൈബിളിലുണ്ടത്. 10,000 താലന്താണ് ഇളവ് ചെയ്തിരുന്നത്. വീട്ടിൽ പോയിട്ട് 100 ദിനാറ് ഇളവ് ചെയ്ത് കൊടുക്കണം. ഇത് ബൈബിളിലുള്ള എൻ്റെ ഒന്നുമല്ല, ഞാൻ ബൈബിളാ പറയുക. ശരിയല്ലേ? അത്രയും ഇളവ് ചെയ്തിരുന്നു. അപ്പൊ നമ്മളെന്താ വിചാരിച്ചേക്കണേ? എന്റെ കാര്യം ഓക്കെ ആയിട്ടില്ല. നിന്നോട് കർത്താവ് ക്ഷമിച്ചതുപോലെ വീട്ടിൽ പോയി നിന്റെ അപ്പനോട്, അമ്മയോട്, ഭർത്താവിനോട്, ഭാര്യയോട്, അയൽവാസികളോട്, കൂടപ്പിറപ്പുകളോട് ക്ഷമിച്ചാൽ മാത്രമേ ആ കുമ്പസാരം പൂർണ്ണമാവുകയുള്ളൂ. മൂന്നാമതായി പാപ്പ ഈ അപ്പോസ്തലിക ലേഖനത്തിൽ പറഞ്ഞ ജീവിതം നവീകരിക്കണം. ജീവിതം നവീകരിക്കണം. അപ്പം തിരുനാളുമായി ബന്ധപ്പെടുത്തിയതാണ് ഞാൻ ഈ അപ്പോസ്തലിക പ്രബോധനം. പ്രത്യാശ നമ്മളെ നിരാശപ്പെടുന്നില്ല. അതില് ഈ പാപ്പ ഫ്രാൻസിസ് പാപ്പ എഴുതിയത് നിങ്ങൾ വായിച്ചാൽ അച്ഛനിപ്പോ പറഞ്ഞതുപോലെ ലളിതമായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനത് വായിച്ച് ഗ്രഹിച്ച് ഞാൻ നിങ്ങളോട് ഗുളികയായിട്ട് തന്നതാണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് മാപ്പപേക്ഷിക്കണം. 2 മാപ്പ് കൊടുക്കണം. 3 ജീവിതം നവീകരിക്കണം. അപ്പൊ തിരുനാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ അപ്പോസ്തലിക ലേഖനം. 1 വചനം ധ്യാനിക്കണം, വചനം ജീവിക്കണം, വചനം പ്രഘോഷിക്കണം. 2 കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം. 3 അനുരഞ്ജനപ്പെടണം. 4 ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. അതാണ് 15-ാം തീയതി. ശരിയല്ലേ? ഈ പ്രദേശത്തുള്ള എല്ലാവരും, നാനാജാതി മതസ്ഥരായ എല്ലാവരും ഇവിടെ പതിവിലേറെയായി ഈ കൂടാരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. ആവിലായിലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഒരു നാളാണ് തിരുനാൾ. എന്നിട്ട് ഒരേ പാത്രത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കണേ. എന്താ ഭക്ഷിക്കാൻ പോണത്? ബിരിയാണി. ശരിയല്ലേ? അത് നല്ല കാര്യമാണ്. അപ്പം ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. ഇനി അടുത്തത് എന്താണ്? ആരുടെ തിരുനാൾ ആഘോഷിക്കുന്നുവോ ആ വ്യക്തിയുടെ സന്ദേശം ഉൾക്കൊള്ളണം. എന്താണ് ആവിലായിലെ അമ്മ ത്രേസ്യ ഈ പ്രദേശത്തിന് മക്കൾക്ക് നൽകുന്ന സന്ദേശം? എല്ലാവരും ഇങ്ങനെ ചുണ്ടനക്കിക്കൊണ്ടിരിക്കണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്നത് റിസീവ് ദ ബ്ലെസ്സിങ്, ഗീവ് ദ ബ്ലെസ്സിങ് ആൻഡ് ബി എ ബ്ലെസ്സിങ്. പറഞ്ഞേ. എന്റെ അമ്മ എല്ലാം ഇംഗ്ലീഷുകാരാണല്ലേ? CBSE സിലബസ് ആയത്. അച്ഛൻ സമ്മതിച്ചു പോയിട്ട് എല്ലാം ഇംഗ്ലീഷുകാരാണ്. എന്റെ അമ്മ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുണ്ടാവും. നമ്മൾ റാഫ്സനച്ചന്റെ മക്കളല്ലേ? അപ്പം റിസീവ് ദ ബ്ലെസ്സിങ്, ഗീവ് ദ ബ്ലെസ്സിങ് ആൻഡ് ബി എ ബ്ലെസ്സിങ്. കൈവരുത്തി പറഞ്ഞേ. റിസീവ് ദ ബ്ലെസ്സിങ്, ഗീവ് ദ ബ്ലെസ്സിങ് ആൻഡ് ബി എ ബ്ലെസ്സിങ്. ഇനി മലയാളത്തിൽ പറയാം. അനുഗ്രഹം സ്വീകരിക്കുക, അനുഗ്രഹം ഏകുക, അനുഗ്രഹമാകുക. അതാണ് അമ്മ ത്രേസ്യ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. അനുഗ്രഹം സ്വീകരിക്കുക, അനുഗ്രഹം ഏകുക, അനുഗ്രഹം ആകുക. അതാണ് ആവിലായിലെ അമ്മ ത്രേസ്യ. ഈ ആവിലായിലെ അമ്മ ത്രേസ്യ എങ്ങനെയാണ് ഈ അനുഗ്രഹം സ്വീകരിച്ചത്? പരിശുദ്ധ കുർബാന, തിരുവചനം, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, പിന്നെ സഹനത്തോടുള്ള, കെട്ടപ്പെട്ട യേശോയോടുള്ള തീവ്രമായ, കുരിശിനോടുള്ള സ്നേഹമായ, ആഴമായ സ്നേഹം. ക്ലിയർ ആയല്ലോ? ഇതാണ് അമ്മ ത്രേസ്യ കൃപ സ്വീകരിക്കാൻ, ദൈവത്തിന്റെ അനുഗ്രഹം ആവോളം അനുഭവിക്കുവാൻ വേണ്ടി കാണിച്ചു തരുന്ന 4 മാർഗങ്ങളാണ്. ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി, കുരിശിനോടുള്ള ഭക്തി. ഒന്ന് പറഞ്ഞേ. ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി, കുരിശിനോടുള്ള ഭക്തി. ഓക്കെ. അപ്പൊ ദിവ്യകാരുണ്യമാണ് സെന്റർ. ആവിലായിലെ അമ്മ ത്രേസ്യ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് എവിടെയാണ്? പരിശുദ്ധ കുർബാനയുടെ ചാരയിരിക്കണേ. ഒരു കുർബാനയിൽ നിന്ന് എത്ര കൃപ ലഭിക്കും? ആദ്യം പറഞ്ഞത് 7 77. മക്കളെ, കമ്പ്യൂട്ടർ അറിയാവുന്നവർ ഇന്ന് തന്നെ പോയിട്ട് അടിച്ചു കൊടുക്കണം. 77 ഫ്രൂട്ട്സ് ആൻഡ് ഗ്രേസസ് ഓഫ് ദ ഹോളി മാസ് എന്ന് അടിച്ചു കൊടുക്കാമെങ്കിൽ നെൽസൺ ജോബച്ചൻ പറഞ്ഞ കാര്യം ഗൂഗിള് അക്കമിട്ട് 77 ഇങ്ങനെ അടിച്ചു തരും.
അതറിഞ്ഞിരിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോകില്ല. കാരണം അത്രയ്ക്ക് അനുഗ്രഹദായകമാണ് പരിശുദ്ധ കുർബാന. കാർലോ അക്വിറ്റീസ്, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ തിരുനാളായിരുന്നു. കാർലോ അക്വിറ്റീസ്, ശരിയല്ലേ? അവന്റെ അമ്മയ്ക്ക് ഭക്തിയൊന്നും ഉണ്ടായില്ല. അമ്മയുമായുള്ള ഒരു അഭിമുഖത്തിൽ 3 പ്രാവശ്യം പള്ളിയിൽ പോയിട്ടുള്ള അമ്മ. ഒന്ന് മാമൂദീസ, ഒന്ന് ഒപ്രീസുമ, ഒന്ന് കല്യാണം, പോയിട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഞാൻ ദിവസവും കരണക്കൊന്ത ചൊല്ലി, മറ്റേ കുഴിക്കഴിക്കണ മാതാവ്, പിന്നെ ഉടക്കണ മാതാവ്, എന്ത് ഇങ്ങനെ നമ്മളില്ലാത്ത പൊങ്ങച്ച മുഴുവൻ പറയും. പക്ഷെ ആ സ്ത്രീ പറഞ്ഞില്ല. ആ സ്ത്രീ പറഞ്ഞില്ല, അക്വിറ്റീസാണ് എന്നെ ദിവികാരുണ്യത്തിലേക്ക് നയിച്ചത്. സ്കൂളിൽ പോകുമ്പോ ചെന്നിട്ട് ഈശോ ഹായ് ഗുഡ് മോർണിംഗ് ജീസസ് എന്ന് പറയും. നമ്മുടെ എത്ര പിള്ളേര് പറയുന്നുണ്ട്? നിങ്ങളുടെ എത്ര പിള്ളേര് പറയുന്നുണ്ട്? ശരിയല്ലേ? അവൻ ചെറുപ്പം തുടങ്ങി സ്കൂളിൽ പോകുമ്പോ പരിശുദ്ധ കുർബാന ചാപ്പലിൽ കയറിയിട്ട് 2 സെക്കൻഡ് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോരണേന്ന്. 7ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അവൻ കോടീശ്വരന്റെ മകനാണെന്നുള്ള കാര്യം മറന്നുപോരുത്. ആപ്പോ പയ്യനൊന്നുമല്ല, കോടീശ്വരന്റെ മകനാണ്, ശരിയല്ലേ? എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവന് കിട്ടുന്നതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു. തണുപ്പുള്ളപ്പോൾ അവന്റെ ഷൂസ് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് അവൻ ചെറിയ കടയിൽ പോയി ജോലി ചെയ്തിട്ട് തണുപ്പ് മാറ്റാൻ ബ്ലാങ്കറ്റ് മേടിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള പിന്നെ അവൻ നമ്മുടെ പിള്ളേരെ പോലെയല്ല. അവൻ കൂളിംഗ് ഗ്ലാസ്, ജീൻസ്, ഡാൻസ്, സൈക്ലിങ്ങിന് പോകും, എല്ലാ വിനോദങ്ങളിലും പോകും. പക്ഷെ ആ വിനോദമെല്ലാം ദൈവ മഹത്വത്തിന് വേണ്ടി മാത്രം. അവൻ ലാപ്ടോപ്പ് ഉപയോഗിക്കും, കമ്പ്യൂട്ടർ ഉപയോഗിക്കും, അവൻ വാട്സപ്പ് ഉപയോഗിക്കും, അവൻ ട്വിറ്റർ ഉപയോഗിക്കും, അവൻ എല്ലാം ഉപയോഗിക്കും. പക്ഷേ അവൻ പറഞ്ഞു, ഒരിക്കലും ദൈവികമല്ലാത്തതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. 9ാം വയസ്സിൽ M.Tech പാസ്സായ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിന്റെ പാഠവും ഉണ്ടായിരുന്നു. അപ്പൻ കോടീശ്വരനായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന 136 അത്ഭുതങ്ങൾ പോയി കണ്ട് അതെല്ലാം പകർത്തിയെടുത്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. കൂടാതെ 3 രാജ്യങ്ങളിൽ ഓഫ്ലൈനായിട്ട് ഈ അത്ഭുതങ്ങൾ അവൻ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് അപ്പനും അമ്മയും അവന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചു, ഹോളി ലാൻഡിൽ പോവാൻ. അവൻ പറഞ്ഞു, എനിക്ക് ഹോളി ലാൻഡിൽ പോകേണ്ട, കാരണം ഹോളി ലാൻഡ് എന്ന് പറയണത് ഈശോ ജനിച്ച് ജീവിച്ച് മരിച്ച സ്ഥലമല്ലേ. പക്ഷെ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ എന്താണ്? ആ ഈശോയെ എല്ലാ ദിവസവും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു. എനിക്ക് കുർബാനയാണ്, എനിക്ക് ഹോളി ലാൻഡിൽ പോകേണ്ട. അവൻ പോയില്ല. പിന്നീട് നമുക്കറിയാം, അവന് ലുക്കേമിയ വന്നു, ഒരുപാട് സഫർ ചെയ്തു. അവൻ പറഞ്ഞ വാക്കുണ്ട്, ഹൈവേ ടു ഹെവൻ. പരിശുദ്ധ കുർബാന എന്താണ്? പരിശുദ്ധ കുർബാന എന്താണ്? സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ്. അവൻ പറഞ്ഞൊരു വാക്കെന്താണ്? കെട്ടിപ്പിടിക്കാൻ ഒരു സക്രാരിയും പൊട്ടിക്കരയാൻ ഒരു കുമ്പസാരക്കൂടും ഉണ്ടെങ്കിൽ ആർക്കും വിശുദ്ധനാകാം. ആ വാക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. പൊട്ടിക്കരയാൻ ഒരു സക്രാരിയും കെട്ടിപ്പിടിക്കാൻ ഒരു കുമ്പസാരക്കൂടും ഉണ്ടെങ്കിൽ ആർക്കും വിശുദ്ധനാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൈയടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തേത് ദിവ്യകാരുണ്യം അല്ലേ? ശരിയല്ലേ? ആവിലായില്ല. രണ്ടാമത്തെ എന്താണ്? മരിയ ഭക്തി. പരിശുദ്ധ അമ്മ നമുക്ക് ധരിക്കാൻ ഉത്തരീയവും ജപിക്കാൻ ജപമാലയും നൽകി. ധരിക്കാൻ ഉത്തരീയം ഏൽപ്പിച്ചത് ആരെയാണ്? നിങ്ങളെല്ലാം എനിക്കറിയാം. കർമ്മലീത്ത സഭയിലെ 6ാമത്തെ പ്രിയോർ ജനറലായ, കറക്റ്റാണ്, ഉറക്കെ പറഞ്ഞു മോനെ, സൈമൺ സ്റ്റോക്ക്. ഓക്കെ. പിന്നെ ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാൻ ഏൽപ്പിച്ചത് ആരെയാണ്? ഡൊമിനിക്കൻ സഭ അംഗമായ വിശുദ്ധ എക്സലന്റ് ഡൊമിനിക്. അപ്പൊ ജപമാല ജപിക്കുമ്പോൾ സ്വർഗം ജ്വലിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ജപമാല ജപിക്കുമ്പോൾ നമ്മൾ മാതാവിന്റെ കൈക്ക് പിടിക്കും, ജപമാല കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈക്ക് പിടിക്കും. ആവേ മരിയ. ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞ എന്താണെന്നറിയാമോ? കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന. എന്താണ്? കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന. പള്ളിയിലെ കുർബാന കഴിഞ്ഞാൽ വീട്ടിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന. ഇനി ഫാദർ പെയ്റ്റൺ പറഞ്ഞു, the family that prays together stays together. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. പോൾ 6 പാപ്പ പറഞ്ഞു, റോസറി ഈസ് ദ സ്കൂൾ ഓഫ് അവർ ലേഡി. അതായത് ജപമാല എന്ന് പറയുന്നത്
മറിയത്തിന്റെ വിദ്യാലയമാണ്. 40 ജപമാല ചൊല്ലിയ വിശുദ്ധന്റെ പേര് പറയാമോ? ഒരു ഫ്രാൻസിസ്കൻ എക്സലന്റ് പാതിരെ പിയോയാണ് 40 ജപമാല ചൊല്ലിയത്. അഖണ്ഡ ജപമാല ആരംഭിച്ചതാരാണ്? പാതിരെ പിയോ. അതായത് 2ാം ലോക മഹായുദ്ധകാലത്ത് ബോംബിടുമെന്ന് പറഞ്ഞപ്പോ മരിയ ഭക്തരോട് പറഞ്ഞു, ഇല്ല, ബോംബിടില്ല, നിങ്ങൾ ജപമാല നിർത്താതെ ചൊല്ലണം, ചെയിൻ റോസറി. അങ്ങനെ ചൊല്ലി ബോംബിട്ടില്ല. അപ്പൊ അവർ ജപമാല ചൊല്ലിയത് കൊണ്ടാണ് ബോംബിടാതിരുന്നതെന്നുള്ള തെളിവ് വേണമല്ലോ. യുദ്ധം കഴിഞ്ഞ് ജർമ്മനിയിൽ നിന്നും കുറെ ആൾക്കാര് റോം കാണാൻ വേണ്ടിയിട്ട് വന്നു. അക്കൂട്ടത്തിൽ 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലത്തെ മുറിയില് ഓഡിയൻസ് ആണ് കാണാനായിട്ട് പാതിരപ്പി ഇരിക്കുമ്പോൾ ഈ വൈമാനികൻ ഓടിച്ചെന്ന് പാതിരപ്പിയുടെ കാലെ കെട്ടി വീണ് കരയണേൻ. ചോദിച്ചു, നീ എന്താ കരയണത്? പറഞ്ഞു, ഞാനാണ് ബോംബിടാൻ വേണ്ടി അന്ന് ഇറ്റലിയിലേക്ക് വന്നത്. ഈ വൈദികനാണ് ആകാശത്ത് പറന്നു നിന്ന് പിൻവാങ്ങണമെന്ന് പറഞ്ഞത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നും. ആകാശത്ത് ഇങ്ങനെ പ്ലെയിൻ പോകുമ്പോൾ എങ്ങനെ പറന്നു നിൽക്കും? അതാണ് മിറക്കിൾ എന്ന് പറയുന്നത്, അതാണ് ദൈവിക ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ബോംബിട്ടില്ല. ഉടനെ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ പറഞ്ഞു, ഇതൊന്ന് എഴുതി തരണം, ലോകം അറിയാൻ വേണ്ടി ഇത് എഴുതി തരണം. നിങ്ങൾ കമ്പ്യൂട്ടർ അറിയാവുന്നവർ വീണ്ടും സെർച്ച് ചെയ്യുക, പാതിര പിയോ ആൻഡ് റോസറി എന്ന് പറയാമെങ്കിൽ നെൽസൺ ജോബച്ചൻ പറഞ്ഞതിനേക്കാൾ ഏറെ അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ജപമാല തീർച്ചയായിട്ടും അത് വലിയ സംരക്ഷണമാണ്, അത് വലിയ സൗഖ്യമാണ്. നമ്മുടെ 1981 മെയ് 13 അന്ന് വത്തിക്കാനിൽ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച പാപ്പയുടെ പേരെന്താണ്? എക്സലന്റ് ജോൺ പോൾ സെക്കൻഡ്. ജോൺ പോൾ സെക്കൻഡിന്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാകും? ജപമാല ഉണ്ടാകും. അങ്ങനെ തുറന്ന വാഹനത്തിൽ പോകുമ്പോ പാപ്പയെ കൊല്ലാൻ വേണ്ടി ഒരാൾ അകലം പാലിച്ച് നിൽപ്പുണ്ട്. അയാളുടെ പേരെന്താണ്? മുഹമ്മദ് അലി ആക്ക. ആ സമയത്ത് ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട വാർഷികമല്ല, മെയ് 13. ഒരു കുഞ്ഞ് സ്റ്റാച്യുമായിട്ട് വന്നു കഴിഞ്ഞപ്പോ അവന്റെ ലക്ഷ്യം തെറ്റിപ്പോയി. അവൻ ഷാർപ്പ് ഷൂട്ടറാണ്, ഒരിക്കലും അവന്റെ തോക്കിന്റെ തുമ്പ് തുറന്നാൽ പാഴാവില്ല. പക്ഷെ തെറ്റിപ്പോയി. കാരണം എന്താണ്? ആ കുഞ്ഞ് മാതാവിന്റെ പ്രതിമയുമായിട്ട് വന്ന് പാപ്പ ഒന്ന് ആശീർവദിച്ചതാന്ന് പറഞ്ഞപ്പോഴാണ് ലക്ഷ്യം പിഴച്ചുപോയത്. ഉടനെ പാപ്പ കരഞ്ഞെന്താണ്? മാതാവേ, ഞാൻ നിന്റേതാണല്ലോ. തൊട്ടടുത്ത് ആസ്പത്രി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഓപ്പറേഷൻ നടത്തി കുടലിന്റെ ചെറിയൊരു ഭാഗം എടുത്തു കളഞ്ഞു. എന്നിട്ട് ആദ്യം പറഞ്ഞ എന്താണ്? എവിടെ എന്റെ ജപമാല? പിന്നീട് പറഞ്ഞ എന്താണ്? അഖയെ കൊല്ലരുത്. എന്നിട്ട് ജയിലിൽ പോയി അവനെ കെട്ടി പുണർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും എഴുതി വെച്ചു, പാപിയെ തേടി വന്നവന്റെ പിൻഗാമി. കഴിഞ്ഞില്ല, ആ വെടിയുണ്ടയുമായി തീർത്ഥാടനം നടത്തി. എങ്ങോട്ട്? ഫാത്തിമയിലേക്ക്. അവിടെ ഇന്ന് ചെന്നാൽ ഫാത്തിമയിലെ മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ള മാതാവിന്റെ കിരീടത്തിലാണ് ആ വെടിയുണ്ട വച്ചിട്ടുള്ളത്. അപ്പൊ മാതാവിന്റെ മാധ്യസ്ഥ്യം വലിയ ഇത് ജപമാല റാണിയുടെ മാസമായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ തിരികെ കയറ്റിയത് കേട്ടോ. ഓക്കെ, അമ്മ ത്രേസ്യം ജപമാല റാണിയും കൂടി അങ്ങോട്ട് കയറി വിടുന്നത്. ഈ സംഭവം പറയുമ്പോൾ അത് വലിയ കാര്യമാണ്, ശരിയല്ലേ? ഈ സംഭവത്തിലൂടെയാണ്, ഉപമകളിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ മാതാവ് കൂടും, ചിലരൊക്കെ ദൈവമേ പിന്നെയും കണ്ണടച്ചിരിക്കണല്ല, കണ്ണുറന്ന് നിൽക്കട്ടാ, ഞാൻ അടുത്തൊരു സാധനം ഞാൻ വിടാൻ പോകുന്നുണ്ട് കേട്ടാ. അടുത്ത ചിമിട്ടൻ സാധനം ഞാൻ വിടാം. ഉറങ്ങരുത്. ഉറങ്ങണത് അച്ഛനെ അവഹേളിക്കണത് ഇല്ലയോ? വിളിച്ചു വരുത്തിയിട്ട് ഞാൻ എന്തോരം ദൂരെന്ന് വന്നാൽ എന്നെ കളിയാക്കണേ അല്ലേ നിങ്ങൾ? ശരിയായില്ല കേട്ടാ, പ്രാർത്ഥന വെച്ചാൽ ഒട്ടും ശരിയായില്ല കേട്ടാ. അത് ഉഷാറായിട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ചു സൂചിച്ചേ. ഹല്ലേലൂയ. ഈ കൈയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഉളുക്കൊക്കെ പോകും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കണല്ലേ, ഒക്കെ പോകും. സ്തുതി നിന്റെ സ്ഥിതി മാറ്റും. പറ, ഗതിയും മാറ്റും. അതാണ് സ്തുതിപ്പ് എന്ന് പറഞ്ഞാൽ. റാപ്സനച്ചൻ വെറുതെ സ്തുതിപ്പിക്കണില്ല. സ്തുതി എന്ന് പറഞ്ഞാണ് പവർഫുൾ പ്രയർ. ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന എന്താണ്? സ്തുതിപ്പ്. സ്തുതി നിന്റെ സ്ഥിതി മാറ്റും, ഗതിയും മാറ്റും. അതുകൊണ്ട് ഉറക്കെ സ്തുതിച്ചേക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അപ്പൊ മാതാവിന്റെ മരിയ ഭക്തി, മാതാവിന്റെ മാധ്യസ്ഥ്യം. ആദ്യം പറഞ്ഞ എന്താണ്? സംരക്ഷണം. പിന്നെ എന്താ പറഞ്ഞത്? സൗഖ്യം. ഇനി സമൃദ്ധിയാണ്. നമുക്ക് മുനമ്പത്തേക്ക് പോകാം. മുനമ്പം വല്ലതും അറിയാമോ? ഇല്ല. വൈപ്പിൻകരയിലെ സ്ഥലമാണ് മുനമ്പം. അവിടെ ഞങ്ങളൊരു മരിയൻ ധ്യാനം നടത്തണേ.
അപ്പോൾ അവിടെയുള്ള മഞ്ഞുമാതാവിൻ്റെ പള്ളിയുടെ മുൻപിൽ ഒരു 5 പേര് രാത്രി കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ സാധാരണ പള്ളിമുറ്റത്ത് കിടന്ന് ഉറങ്ങുന്നത് വേളാങ്കണ്ണിയിലാണ് കണ്ടിട്ടുള്ളത്. ആ പഴയ ദേവാലയത്തിൻ്റെ മുൻപിൽ തമിഴ്നാട്ടിലെ സഹോദരന്മാർ വെറുതെ അവിടെ കിടന്നുറങ്ങുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടിൽ വന്നതായിരിക്കും എന്ന് കരുതി എനിക്കറിയാവുന്ന തമിഴിൽ പോയി ഞാൻ സംസാരിച്ച്. അപ്പോൾ അവർ മലയാളത്തിൽ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ മലയാളികളാണെന്ന് പറഞ്ഞു. ഞാൻ ചമ്മിപ്പോയി. ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ 5 പേര് ഇവിടെ കിടക്കണത്? അതെ അച്ചോ, ഞങ്ങൾ ഫിഷിംഗ് ബോട്ടിൽ പോണ ആൾക്കാരാണ്. ഇയാളുടെ വീടും ബോട്ടും ജപ്തി ചെയ്തിരിക്കണേ, ഞങ്ങൾ അയാളുടെ ഷെയർ ഹോൾഡേഴ്സാണ്. അതുകൊണ്ട് അത് ജപ്തി ചെയ്ത് പോണതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ മാതാവിനോട് നേർന്നു, മാതാവെ 5 ദിവസം ഞങ്ങൾ ഉപവസിച്ച് ഈ പള്ളി അങ്കണത്തിലുണ്ടാവും, വീട്ടിൽ പോവില്ല, ഒരു നേരം മാത്രം എന്തെങ്കിലും കഴിക്കും. 5 ദിവസം കഴിഞ്ഞ് 5 അച്ഛന്മാർ ഞങ്ങളുടെ ബോട്ടിൽ വരണം. ഇപ്പോൾ ഒരാൾ പറഞ്ഞ, അച്ഛ പത്രോസ് ഒന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരുന്നപ്പോഴല്ലേ ഈശോ വന്നതും ആ വഞ്ചിയിൽ കയറിയതും വഞ്ചി നിറയെ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, അച്ഛന്മാർ 5 പേരും വരണം കേട്ടോ, കയറണം, പ്രാർത്ഥിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് അടയാളം തരണമെന്നും പറഞ്ഞു. അപ്പോൾ വെഞ്ചരിപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള സീനിയറായിട്ടുള്ള അച്ഛൻ 5 ജപമാല കൊടുത്തു. ഇത് കഴുത്തലിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ബോട്ടിറക്കിയാൽ ആദ്യത്തെ വല ഇടുന്നത് വരെയും ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അവരത് ചെയ്തു. അനുസരണം അനുഗ്രഹമാണ്, അനുസരണം അനുഗ്രഹമാണ്, അല്ലേ? ശരിയല്ലേ? അനുസരണം അനുഗ്രഹമാണ്. അങ്ങനെ അനുസരിച്ചു. ആദ്യത്തെ വലയിട്ടു. ഓഫ് സീസണാണ്, ഒന്നും കിട്ടാത്ത സീസണിൽ ആ സമയത്ത് ഉണ്ടാവാത്ത പൂവാലൻ ചെമ്മീൻ അവർക്ക് ഒരു വല നിറയെ കിട്ടി. പ്രൈസ് ദ ലോർഡ്. ഒറ്റ വല. അതുകൊണ്ട് കടവും തീർന്നു, ജപ്തിയും തീർന്നു. കാരണം ഭയങ്കര അന്യായ വില കിട്ടി. അവർ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ഇനി വിടുതലാണ്. നിങ്ങളെപ്പോലത്തെ ഒരു ചേച്ചിനെ ഞാൻ പരിചയപ്പെടുത്താം. ഒരു ചേച്ചി കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കണേ മുമ്പുള്ള പ്രാർത്ഥന എന്താണെന്നറിയാമോ? മദ്യപിക്കാത്തൊരു ഭർത്താവിനെ കിട്ടണേന്ന്. നല്ല പ്രാർത്ഥനയല്ലേ? പക്ഷെ കിട്ടിയതാ മുഴുകുടിയൻ, മുക്കുടിയൻ. ആദ്യ രാത്രി എന്താണെന്നറിയാമോ? ഛർദി വാരലായിരുന്നു. അതായത് ചേട്ടൻ വന്ന് കുടിച്ച് വാള് പണിതു, പത്രോസിന്റെ വലിയ വാള്. അത് നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാവൂല. അപ്പം ആദ്യ രാത്രിയാണ് കേട്ടാ. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, നെൽസൺ ചോദിച്ച അച്ഛൻ എത്രയോ ദമ്പതികളെ കാണേ, ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, എന്റെ പോലത്തെ ആദ്യ രാത്രി ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കുക. കൈപൊക്കല്ലേ കേട്ടാ, കൈപൊക്കല്ലേ, കാരണം മുഴുവൻ ഇവിടെ കൈപൊക്കലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഛർദിവാരൽ ആദ്യ രാത്രി ഉണ്ടാക്കി പൊക്കല്ലേ മക്കളെ, പൊക്കല്ലേ. അപ്പം ക്ലിയർ ആയില്ല. ഛർദി വാരി ഇയാളെ ആദ്യ രാത്രി അടുത്ത മുറി പോയി കിടന്നു പോയി. നല്ല ഫസ്റ്റ് നൈറ്റാണ് കേട്ടാ. അത് കഴിഞ്ഞ് ഇയാളെല്ലാ ദിവസവും കുടിക്കും. ചേച്ചി നന്നാക്കാൻ വേണ്ടി മുരിങ്ങൂരും ഉണ്ട് ഇയാളെ. പനക്കലച്ചൻ മാനസാന്തരപ്പെട്ടു. അങ്ങനെയുണ്ട്. ധ്യാനിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ധ്യാനഗുരു റാപ്സനച്ചൻ മാനസാന്തരപ്പെടും ഷുവറായിട്ടും. IMSC പോയി പ്രശാന്തച്ചൻ മാനസാന്തരപ്പെട്ടു. ചിറ്റൂര് പോയി ഉപ്പാണിയച്ചൻ മാനസാന്തരപ്പെട്ടു. ഒടുവിൽ ചേച്ചിയുടെ പ്രാർത്ഥന എന്താണ്? മാതാവുമായിട്ടുള്ള ഉടമ്പടിയാണ്. കൃപാസനത്തിലെ ഉടമ്പടി അല്ലട്ടാ, നേരിട്ട് ഉടമ്പടി. മാതാവേ, ഒക്ടോബർ മാസമാണ്, 1,00,000 ജപമാല ഞാൻ ചൊല്ലും. ബാബു പിളച്ചനെ ചോദിക്കും. ബാബു പിളച്ചൻ വരുമ്പോൾ നെൽസൺ ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ചോദിക്കണം കേട്ടാ. ബാബു പിളച്ചനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ബാബു പിളച്ചനോട് പറഞ്ഞു, അച്ഛ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 60,000 കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഛർദ്ദിക്കാൻ തുടങ്ങി. മദ്യപിക്കാൻ പറ്റണ, ഷാപ്പിൽ പോയാൽ ഛർദ്ദിക്കും, പിന്നെ ബാറിൽ പോയാൽ ഛർദ്ദിക്കും, കമ്പനി കൂടിയാൽ ഛർദ്ദിക്കും. ഇപ്പൊ കൂട്ടുകാർ പറഞ്ഞു, നിന്റെ ഭാര്യ എന്താ കലക്കി തന്നിട്ടുണ്ട്? ഇയാൾ വന്ന് ചോദിച്ചടി, വല്ലതും കലക്കി തന്നിട്ടുണ്ടാ? ഓ, നല്ല പ്രായത്തിൽ കലക്കി തന്നിട്ടില്ല, പിന്നെ ഇപ്പൊ എന്നാ ചെയ്യാനാണ്? പ്രായമായി. ചേച്ചി പറഞ്ഞില്ല. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എടോ, മാതാവ് തന്ന 8ന്റെ പണിയാണ്. ഞാൻ 60,000 ചൊല്ലിയപ്പോ കണ്ട മാതാവ് അടയാളം തന്നെന്ന് പറയും. മിണ്ടിയില്ല. കാരണം മാതാവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. മിണ്ടിയില്ല ഈ ചേച്ചി. അതാണ് പ്രാർത്ഥന എന്ന് പറയണത്. എന്നിട്ട് ഈ ചേച്ചി 1,00,000 ആകുമ്പോഴാണ് നമ്മുടെ ബാബു പിളച്ചനെ കണ്ട് ആ ആലയത്തിൽ വന്ന്, ഇതുപോലെ അവിടെ ചെറിയൊരു ചാപ്പലുണ്ട്, അവിടെ വന്ന് ഒരു കുർബാനയും വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ബാബു പിളച്ചനാണ് ഈ കുർബാന അർപ്പിച്ചത്. ഇന്ന് ആ മനുഷ്യൻ അവിടെ ദേവാലയത്തിൽ പോയി അച്ഛൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് 5:30 മണിക്ക് ജപമാല ചൊല്ലുന്നത് ഈ കാണുന്ന കുടുംബമാണ്. ഈ കുടുംബം ജപമാല ചൊല്ലി തുടങ്ങി. കാരണം ഇയാളുടെ മാനസാന്തരം സാക്ഷ്യമായി. എന്നിട്ട് ഇപ്പോൾ പള്ളി നിറയെ ആൾക്കാരാണ്. അത് ജപമാല റാണിയുടെ മാസം മാത്രമല്ല, 5:30 ഈ കുടുംബം വന്ന് അവർ 4 പേർ ചേർന്ന് തുടങ്ങിയത് ഇന്ന് പള്ളി നിറയെ ആൾക്കാരാണ്. അപ്പോ
ജപമാല എന്താണ്? വിടുതലാണ്. ഇപ്പൊ കുറെ ആൾക്കാർ 1,00,000 പറഞ്ഞിട്ടുണ്ടാ. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി കേട്ടാ. ഇനി എന്താണ്? വചനം. എന്താണ് വചനം? വചനത്തെ ഒന്ന് മുറിച്ചു പറഞ്ഞേ. വചനം പറ. വാ എന്ന് വെച്ചാൽ എന്താണ്? വാ എന്ന് വെച്ചാൽ വാ അല്ല. എന്താണ് വാ? വ്യക്തമാകണം. എന്താണ്? അതാണ് അമ്മ ത്രേസ്യ പഠിക്കുന്നത്. വചനം വ്യക്തമാകണം. അതായത് അമ്മ ത്രേസ്യ പഠിപ്പിച്ചേക്കണ ഒരു മെത്തേഡ് ഉണ്ട്. ശ്രവണ മനന സമാധി കർമ്മ, റിയ മെത്തേഡ്. റീഡിങ്, ഐഡന്റിഫിക്കേഷൻ, എൻകൗണ്ടർ, ആക്ഷൻ. ഇത് അമ്മ ത്രേസ്യയുടെ ഒരു മെത്തേഡാണ്. ശ്രവണ മനന, ശ്രവിക്കുക, മനനം ചെയ്യുക, അല്ലെ? പിന്നെ സമാധി കർമ്മ. അതായത് വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ട 2 കാര്യമാണ്. ഒന്ന്, നല്ല മനസ്സ്. എന്താ വേണ്ടത്? വചനം എടുക്കുമ്പോൾ എന്ത് വേണം? നല്ല മനസ്സ് വേണം. അതാണ് മാലാഖമാര് പറഞ്ഞത്. ഈശോ വീണപ്പോ മാലാഖമാര് പാടി എന്താ? അത്യുന്നതങ്ങളിൽ ഭൂമിയിൽ. ഓക്കെ. ഇപ്പൊ ഈശോനെ കണ്ട് ആരാധിച്ചത് ആരാണ് ആദ്യം? അവർക്ക് എന്തുണ്ടായി? നക്ഷത്രം കണ്ടിട്ട് എത്ര ആൾക്കാർ വന്നു? അവർക്ക് എന്തുണ്ടായി? സന്മനസ് ഉറക്കെ പറ. എന്തുണ്ടായി? സന്മനസ്സുണ്ടായി. പിന്നെ ദേവാലയത്തിൽ അഹോരാത്രം പ്രാർത്ഥിച്ച 2 പേരുണ്ട്. ആരാ? ദേവസി ചേട്ടനാ. ഇതെന്താ പുതിയ നിയമം? പരിഷ്കരിച്ച നിയമം. അന്നാമയും ശിമയോനും. ശരിയല്ലേ? താരുണ്യത്തിൽ തന്നെ വിധവയായ 84 വർഷമായിട്ട് കാത്തിരിക്കണേ അവർക്കാണ്. അപ്പം ഈശോയെ നല്ല മനസ്സോടെ അല്ലെ കാത്തിരുന്നു. അപ്പൊ നല്ല മനസ്സ് വേണം. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നേക്കണ എല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാരാണ് അല്ലെ? എത്ര ദൂരെ നിന്നാണ് ഇവിടെ വന്നത്? ശരിയല്ലേ? രാവിലെ അമ്മയുടെ അടുത്ത് വന്നേക്കണല്ലേ? നല്ല മനസ്സ്. ആരും പറഞ്ഞിട്ട് വന്നതല്ല. ശരിയല്ലേ? നിങ്ങൾ നല്ല മനസ്സോടെ വന്നേക്കണ ആൾക്കാരാണ്. അവർക്ക് എന്ത് കിട്ടുള്ളൂ? സമാധാനം കിട്ടും. പിന്നെന്ത് വേണം? ഏകാഗ്രത. എന്ത് വേണം? നമ്മുടെ ലാസറിന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ 3 കഥാപാത്രമുണ്ട്. ആരൊക്കെയാണ്? മേരി, മാർത്ത, ലാസർ. ആരൊക്കെയാണ്? കോണ്ടംപ്ലേഷൻ, ആക്ഷൻ, പ്രൊക്ലമേഷൻ. പറ. അതായത് പ്രാർത്ഥന, പ്രവൃത്തി, പ്രഘോഷണം. പറ. ഇതാണ്. ശരിയല്ലേ? ആരാണ് പാദാന്തികത്തിലിരുന്നത്? ദൈവമേ, മേരി. മേരി നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവിടെ ഏകാഗ്രതയാണ് അല്ലേ? ശരിയല്ലേ? സങ്കീർത്തനം 46 വചനം 10. ശാന്തമാകൂ, ഞാൻ ദൈവമാണെന്നറിയൂ. ശാന്തമാകൂ, ഞാൻ ദൈവമാണെന്നറിയൂ. ശാന്തമാകൂ, ഞാൻ ദൈവമാണെന്നറിയൂ. അപ്പൊ എന്ത് വേണം? ഏകാഗ്രതയും വേണം, നല്ല മനസ്സും വേണം. അടുത്തത് ചലിപ്പിക്കണം. എന്താണ്? ചലിപ്പിക്കണം, ബാധിക്കണം. വചനം നമ്മളെ ബാധിക്കണം. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ആത്മാവിന് പകരം എന്ത് കൊടുക്കും? ആര് ബാധിച്ചു ഈ വചനം? ഫ്രാൻസിസ് സേവിയർ ഡിസംബർ 3. ശരിയല്ലേ? ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ആരെ ബാധിച്ചു? പാവങ്ങളുടെ അമ്മ മദർ തെരേസ. ശരിയല്ലേ? അപ്പം ഇങ്ങനെ ബൈബിളില് നീ ആരെ സേവിക്കും? യജമാനനെയോ ദാസനെയോ? അസീസി. ഓരോരുത്തർ വചനം ബാധിക്കണം. വചനം ബാധിച്ചാൽ മാത്രമേ നമുക്ക് അതിന് ഫലം ഉണ്ടാകുള്ളൂ. വചനം ബാധിക്കണം. നിങ്ങളെ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. വചനം ബാധിച്ചു. എറിയാൻ കൊണ്ടുവന്നവരെയും ബാധിച്ചു, എറിയപ്പെടാൻ കൊണ്ടുവന്ന സ്ത്രീയെയും ബാധിച്ചു. പോയി ഭർത്താവിന് 5 ഭർത്താക്കന്മാരെ അല്ലെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അതവളെ ബാധിച്ചു. പിതാവേ അവരോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. ഇത് ആരെ ബാധിച്ചു? കള്ളനെ ബാധിച്ചു. സഖ്യവൂസ് താഴെ ഇറങ്ങുക ആരെ ബാധിച്ചു? സഖ്യവൂസിന്റെ ജീവിതത്തെ ബാധിച്ചു. അപ്പൊ വചനം ബാധിക്കണം. ഒരു തമാശ പറയാം, ഇടയ്ക്കൊരു തമാശക്ക് നല്ല ഒരു പൊട്ടക്കഥയാണ് കേട്ടോ, പണ്ടത്തെ കഥയാണ്. അപ്പൊ ഒരു നല്ല പ്രസംഗിക്കുന്ന ഒരു അച്ഛനുണ്ടായി, വികാരി അച്ഛൻ. എന്തച്ഛനാണ്? ഞാനിത്തിരി വെള്ളം കുടിച്ചോട്ടെ. ഈ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും. നല്ല പ്രസംഗമാണ്. അപ്പോഴാണ് ഒരു കൊച്ചച്ഛൻ വരുന്നത്.
അപ്പോൾ വികാരിയച്ഛൻ ഒരു പരസ്യം കൊടുത്തു. ഇപ്പോൾ എല്ലാം പരസ്യമില്ല. ഞാനൊന്നുമല്ല, എന്നേക്കാൾ പിന്നിൽ വരുന്നൊരു കൊച്ചച്ഛനുണ്ട്. കൊച്ചച്ഛൻ ന്യൂ ജെന്നാണ്. അച്ഛൻ്റെ പ്രസംഗം എന്ന് വെച്ചാൽ അടിപൊളി പ്രസംഗമാണ്, കോരിത്തരിക്കും. അങ്ങനെ ജനം അടുത്ത ഞായറാഴ്ചക്ക് വേണ്ടി കാതോർത്തിരിക്കണേ. കൊച്ചച്ഛനാണെങ്കിലോ സഭാഭ്രമമുള്ള അച്ഛനാണ്, സഭാഗമമുണ്ട്. അച്ഛനാണെങ്കിൽ പ്രസംഗിക്കാനായിട്ട് അത്രക്ക് വലിയ പാടമില്ല. ഇത് കേട്ട് വലിയച്ഛൻ പറഞ്ഞു, ഇതേ കൊച്ചച്ഛ അടുത്ത ഞായറാഴ്ച അച്ഛൻ്റെ പ്രസംഗമാണ്, കന്നിപ്രസംഗമാണ് കേട്ടാ. അതുകൊണ്ട് കൊച്ചച്ഛന് ഭയങ്കര പേടിയായി. പേടിക്കേണ്ട കൊച്ചച്ഛ, ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ യേശയ്യായുടെ പുസ്തകത്തിലെ വചനമാണ്, ഇതാ ഞാൻ വരുന്നു നിന്റെ തിരുവുള്ളം നിറവേറ്റാണ്. അതാണ് ആ വചന ഭാഗം. അപ്പോൾ കൊച്ചച്ഛന എഴുതി ടർസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ട്രെയിനിങ് ഒക്കെ കൊടുത്തു. ഇത് ഞായറാഴ്ചയായി, ഏതാണ്ട് തിരുനാൾ പോലെ പള്ളി കോമ്പൗണ്ടിൽ കാണാത്ത ജനം ഇങ്ങനെ നിൽക്കണേന്ന്. കൊച്ചച്ഛൻ ഇങ്ങനെ നോക്കിയിട്ട് തലകറക്കം വരുന്നുണ്ട്. കൊച്ചച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കണേ, രക്ഷയില്ല. ആ പ്രസംഗ പീഠത്തെ വന്നു, സുവിശേഷം വായിച്ചു. അതിനുശേഷം വലിയച്ഛൻ പറഞ്ഞ് പ്രസംഗം തുടങ്ങി. അഭിസംബോധന ചെയ്യണം. സ്നേഹബഹുമാനമുള്ള വികാരിയച്ഛ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വചനം വെച്ച് തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അച്ഛനെടുത്ത് പേജ് വെച്ചപ്പോൾ കപ്പിയാർ കൊണ്ടുവന്ന് ഫാൻ വെച്ച്. അച്ഛൻ ഈ നോട്ട്സ് ഇവിടെ വെച്ചപ്പോൾ കപ്പിയാർ കൊണ്ടുവന്ന് ഫാൻ വെച്ച്, അത് പറന്നുപോയി. തുടക്കം തന്നെ കല്ല് കടിച്ച്. അത് പിള്ളേരുടെ അടുത്ത് കപ്പലുണ്ടാക്കി കളിക്കണേ. എന്ത് ചെയ്യും? അപ്പൊ വികാരിച്ചൻ പറഞ്ഞു. അപ്പൊ കൊച്ചച്ഛൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. നോക്കിയപ്പോ ഒരു വല്യമ്മ മുൻവശത്തിരിപ്പുണ്ട്. സാധാരണ വല്യമ്മയല്ല, ഒരു ഓട്ടോറിക്ഷ പോലത്തെ വല്യമ്മയാണ്. അസാധ്യ വണ്ണമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. എന്നിട്ടും വരണില്ല. അച്ഛൻ പറഞ്ഞു, ഒന്നുകൂടി അടിക്കലാണ്, ഇതാ ഞാൻ വരുന്നു. രക്ഷയില്ല. മൂന്നാമത് പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അച്ഛൻ ബോധം കെട്ട് നമ്മുടെ വല്യമ്മയുടെ മുകളിലേക്ക് വീണു. രണ്ടും ബോധം കെട്ടു. കൈക്കാരന്മാര് രണ്ടിനും തൂക്കി അടുത്ത് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ബോധം വീണ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മാമ്മ കൊച്ചച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൊച്ചച്ഛ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്തിനാ ക്ഷമിക്കണത്? കൊച്ചച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഇതാ വരുന്നു, 2 പ്രാവശ്യവും പറഞ്ഞു ഇതാ വരുന്നു, 3 പ്രാവശ്യം പറഞ്ഞു എന്നോടാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന്. പൊട്ടക്കഥയാണ്, പക്ഷെ കഴമ്പുള്ള കഥയാണ്. നമ്മൾ വചനം എന്നോടാണ് പറയണത്, അല്ലെ, എന്നോടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ചലനം ഉണ്ടാവുകയുള്ളൂ. എന്നിലെ ശിമയോൻ പാറയായി മാറും, എന്നിലെ സാവൂൾ പൗലോസായി മാറും, എന്നിലെ അഗസ്തീനോസ് വിശുദ്ധനായി മാറും, എന്നിലെ അസൂസി പുണ്യവാളായി മാറും, എന്നിലെ സക്കേവൂസ് മെത്രാനായി മാറും, എന്നിലെ കള്ളൻ നല്ല കള്ളനായിട്ട് മാറും. വചനം ചലിപ്പിക്കണം. അടുത്തത് എന്താണ്? ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനം. അടുത്തതാണ് പീഡാനുഭവത്തോടുള്ള, കുരിശിനോടുള്ള സ്നേഹം. ഒന്നുകിൽ സഹിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ആവിലായിലെ അമ്മ ത്രേസ്യയുടെ ഏറ്റവും വലിയ ഒരു ധ്യാനമായിരുന്നു കെട്ടപ്പെട്ട ഈശോയുടെ തിരുസ്വരൂപം. അതുകൊണ്ടാണ് ഈ രൂപം ഇവിടെ ബാബു പോളച്ചൻ്റെ സമയത്ത് സ്ഥാപിക്കുകയും നിങ്ങളെല്ലാവരും അല്ലെ മുട്ടിലിഴഞ്ഞ് വന്ന് അല്ലെ കെട്ടപ്പെട്ട വിശുദ്ധ ഈ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ റിസീവ് ദ ബ്ലെസ്സിങ്. എന്തൊക്കെയാണ്? ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി, കുരിശിനോടുള്ള ഭക്തി. ഗീവ് ദ ബ്ലെസ്സിങ്. ഇപ്പോൾ ബ്ലെസ്സിങ് കിട്ടിയത് കൊണ്ടായില്ല, മറ്റുള്ളവർക്ക് ഈ അനുഗ്രഹം കൊടുക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു ഭർത്താവായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നല്ലൊരു വൈദികനായി, നല്ലൊരു സിസ്റ്ററായിട്ട് അനുഗ്രഹം കൊടുക്കണം. വീട് പണിയുന്നവരാവണം. മാതാവ് 4 തരം വീടാണ് പണിതത്, അല്ലേ? ഒന്ന് ശുശ്രൂഷയുടെ വീട്. പ്രായമായ ഇളയമ്മയെ ശുശ്രൂഷിച്ചു. ശുശ്രൂഷയുടെ വീട് ശരിയല്ലേ? നമ്മുടെ വീട്ടില് പ്രായമായവരെ ആദരിക്കുന്നുവോ അവഗണിക്കുന്നുവോ? എന്തുത്തരം പറയും? ആദരിക്കുന്നവരും ഉണ്ട്, അവഗണിക്കുന്നവരും ഉണ്ട്. ശരിയല്ലേ? രണ്ടും ഉണ്ട്. ഹോം നേഴ്സിനെ വെക്കുന്ന ആൾക്കാരുണ്ട്. ഹോം നേഴ്സിനെ സ്വന്തം മക്കൾ നോക്കുന്നില്ല, ഹോം നേഴ്സിനെ വെക്കുന്ന ആൾക്കാർ. മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഇവന്റ് മാനേജ്മെന്റ് പൂക്കൾ കൊണ്ട് പൊതിയും. റീത്താമ്മയുടെ നെഞ്ചത്ത് റീത്ത്, KCYM, വിൻസെന്റ് പോള്, ഫാമിലി യൂണിറ്റ്. റീത്താമ്മ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കിടക്കായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഹോർലിക്സ് മേടിച്ചു കൊടുക്കും റീത്താമ്മക്ക്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൊമ്പിളാൻ മേടിച്ചു കൊടുക്കും. ചത്തു കഴിയുമ്പോൾ പറയും എനിക്ക് ദാഹിച്ചു, ഹോർലിക്സ് നൽകി. ശരിയല്ലേ? ഈശോ പറയൂത് മരിച്ചിട്ടൊരു കാര്യമില്ല.
ജീവിച്ചിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കണം. അതാണ് വീട് പണിയല്. രണ്ടാമത്തത് പരിപാലനയുടെ വീട്. നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ സാമ്പത്തികമില്ലാത്ത അനുജനെ അനുജത്തിയെ സഹായിക്കണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം വീട് നന്നാക്കിയിട്ട് മതി നാട് നന്നാക്കാൻ. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീട് ആശീർവാദത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ വീട് ആശീർവാദത്തിന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ 1 ഇഞ്ച് ഭൂമി ഇല്ലാത്തവരെയും വീടില്ലാത്തവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിലെ ഇളയ അനുജൻ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ഞാനൊന്നും ചോദിച്ചില്ല. മടക്ക യാത്രയിൽ ചേട്ടായിയോട് ചോദിച്ചു, എന്താ അവൻ കരഞ്ഞത്? അച്ഛാ, ഞങ്ങൾ 3 പേരും കോൺട്രാക്ടേഴ്സാണ്. കോവിഡ് വന്നപ്പോൾ ബിസിനസ്, അവൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി പൊളിഞ്ഞുപോയി, കടമുണ്ടായി, വീട് ജപ്തി ചെയ്യപ്പെട്ടു, വാടക വീട്ടിൽ കിടക്കണേണ് അച്ഛാ. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചില്ല, അവൻ്റെ ചങ്കിനു കൊണ്ട പ്രാർത്ഥനയാ. അതാണ് അവൻ കരഞ്ഞത്. അച്ഛ പോകുന്ന വഴി ചോദിച്ചു, അല്ല നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലേ? ഉണ്ടച്ഛ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പ്രയാസമാവോ? ഇല്ല അച്ഛോ. ഇവിടെ ഒരു 3 സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവനൊരു വീട് വെച്ചുകൂടെ? നിങ്ങൾക്ക് എല്ലാം ഉണ്ടല്ല. അച്ഛൻ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, വീട് പണിയും തുടങ്ങിയിട്ടുണ്ട്. അതാണ് കാര്യം കേട്ടോ. പരസ്യമില്ല. നമ്മളെങ്ങനെയാണ് ഒരു കൊന്ത കൊടുത്താൽ ഉടനെ വാട്സപ്പിലിടും, ശരിയല്ലേ? ഒരു വീട് വെച്ചു കൊടുത്ത അവനെ പരമത്തെണ്ടിയാക്കും. താക്കോലെടുത്ത് പത്രം, മനോരമ, കൗമുദി, തെറ്റാണത്. പരസ്യം കൊടുക്കണേ നമ്മൾ, ശരിയല്ലേ? ഒരു യൂണിഫോം കൊടുത്താൽ, ഇപ്പൊ ഞാൻ അച്ഛനാണ്, എന്റെ അനുജന് ഒരു വീട് കൊടുത്തിട്ട് പത്രത്തിൽ ഇട്ടാൽ അവൻ എന്ത് വേദനയായിരിക്കും? അതാണ് ഈ കൈ കൊണ്ട് ചെയ്യണത്. ഈ കൈ അറിയരുത്. വിളിച്ചു പറഞ്ഞാൽ പോയി പോയി. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവണം. അതാണ് മാതാവ് പഠിപ്പിച്ചത്. 3-ാമത്തത് ശരണമാണ്. കുരിശിൻ ചുവട്ടിൽ ആരുണ്ടായി? ഒരൊറ്റ ആണേ ഉണ്ടായിരുന്നുള്ളൂ. പത്രാസ് പറഞ്ഞ പത്രോസ് പോയി കളഞ്ഞു, എല്ലാം പോയി കളഞ്ഞു. ഒരൊറ്റ ആണ്. ആരാണത്? വർഷത്തിൽ അല്ലെ തലചായ്ച്ചവൻ യോഹന്നാൻ. ബാക്കിയെല്ലാം സ്ത്രീകളാണ്. ഇവിടെ സ്ത്രീകളാണല്ലോ മുഴുവനും. നോക്ക്, എണ്ണി നോക്ക്, ചേട്ടായിമാരെ എണ്ണി നോക്ക്, കുറച്ചുകള്. അതങ്ങനെയാണെന്നേ. അന്നും ഇന്നൊക്കെ അങ്ങനെ തന്നെയാ. നിങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടാ. അപ്പൊ ഇങ്ങോട്ട് കോളർ ഷെയ്ക്ക് ചെയ്തു കേട്ടാ. കോളർ നല്ല കാര്യം. സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. കുറെ മറിയം അല്ലെ, ഓരോന്നിനും. കൂസായുടെ ഭാര്യ, അതിന്റെ ഭാര്യ, കൂസായ ഭാര്യ, ഇങ്ങനെ ഒരുപാട് മറിയന്മാരവിടെ ഉണ്ട്. മഗ്ദലന മറിയം, എല്ലാം മറിയമാണ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കുരിശിൻ ചുവട്ടിൽ നിന്ന് ശരണമായി, ഈശോയ്ക്ക് ശരണമായി. എൻ്റെ അമ്മ മരിക്കാൻ കിടക്കണേ. ഇന്ന് റാപ്സൻ അച്ഛൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞു, അടുത്ത് ജോയി അച്ഛൻ്റെ കാര്യം പറഞ്ഞു. ഞാനും പറയുന്ന 3 സഹോദരന്മാർ, അവരെ ഞാൻ എൻ്റെ രക്തബന്ധമൊന്നുമല്ല, ഇതുപോലെ വരുമ്പോൾ പരിചയപ്പെടുക. ഫ്രാൻസിസ് ചേട്ടൻ, ജോണി ചേട്ടൻ, ജോയി ചേട്ടൻ. ഇവർ 3 പേരും അമ്മ മരിക്കുന്നത് വരെയും മരിച്ചതിന് ശേഷവും ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ശരണമാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണം കൊടുക്കുന്നതിലല്ല, സാന്നിധ്യമാണ് ഇമ്പോർട്ടൻ്റ്, ശരിയല്ലേ? സാന്നിധ്യമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് വിദേശത്തു നിന്ന് വന്നുകൊണ്ടായില്ല. ജീവിച്ചിരിക്കുമ്പോൾ വിദേശത്തു നിന്ന് വരണം. എത്ര തിരക്കുണ്ടെങ്കിലും വരണം. അല്ലാതെ എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞ് മോർച്ചറി വെച്ചിട്ടാണ് പിന്നെ വരണത്? അല്ല, ജീവിച്ചിരിക്കുമ്പോൾ പണമല്ല, അപ്പൻ്റെ മുൻപിൽ നിന്റെ സാന്നിധ്യമാണ് ഇപ്പം ശരണം. 4-ാമത്തെ വീടെന്ന് വെച്ചാൽ ആശ്വാസമാണ്. ആശ്വാസം. നമ്മൾ ഒരു വീട്ടിൽ മരണം ഉണ്ടായി, ഒരു അപകടം ഉണ്ടായി, അവിടെ നമ്മൾ ചെന്ന് കുറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക, റിലേറ്റഡ് ആണെങ്കിൽ ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോൾ ആശ്വാസമാണ്. ഇതാണ് മാതാവ് ചെയ്ത കാര്യം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യം. അതാണ്. ഇനി അനുഗ്രഹമാകണം. അതാണ് വിശുദ്ധന്മാരും വിശുദ്ധകളും അല്ലേ? അവിലായിലെ അമ്മ അല്ലേ? അനുഗ്രഹമല്ലേ? ഈ പ്രദേശത്തിന് മുഴുവനും അനുഗ്രഹമായിട്ട് മാറി. ആ അനുഗ്രഹം എങ്ങനെയാണ്? സമൃദ്ധി, സംരക്ഷണം അല്ലേ? വിടുതൽ അല്ലെ? രോഗസൗഖ്യം, ഇങ്ങനെ ആയിത്തീർന്നു. ഇപ്പൊ എന്റെ സന്ദേശം ആദ്യത്തേത് പൂർണ്ണമായി. കാരണം എന്നോട് അച്ഛൻ, സാധാരണ നമ്മൾ ചെറിയ ഇൻട്രഡക്ഷൻ പറഞ്ഞ് അങ്ങനെ പോണേ, അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞത് 12 മണി വരെ അച്ഛന് സമയമെടുക്കാം, പ്രസംഗിക്കാം. അല്ലെങ്കിൽ ഞാൻ സാധാരണ 2 മിനിറ്റ് കൊണ്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് സ്റ്റാൻഡ് വിട്ട് പോണ ആളാണ്. പക്ഷെ ഇവിടുത്തെ രീതിയാണ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ. ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ബോധമുണ്ട്. കാരണം അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ 40 വർഷത്തിന് മുമ്പ് പറഞ്ഞിടാ പ്രസംഗം ഒരുങ്ങണം. ഞാൻ എല്ലാ ദിവസവും പ്രസംഗം എഴുതും. നിനക്കും ബോധമുണ്ടാണ്, ആൾക്കാർക്ക് ബോധക്കേടുണ്ടാകരുത്. ഈ മലയാളം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയ എൻ്റെ അപ്പം പറഞ്ഞ വാക്കാണ്. നിനക്കും ബോധമുണ്ടാണ്, ആൾക്കാർക്ക് ബോധക്കേടുണ്ടാകരുത്. അതുകൊണ്ട് ബോധക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെക്കുന്നത്. കാരണം ഇത് എൻ്റെ മനസ്സിലെ ആശയങ്ങളാണ്.
മനസ്സിലായില്ല? അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങളോട്? തിരുനാളെന്ന് പറയണത് അതൊരു പൈതൃകമാണ്. പെരുന്നാളാക്കരുത്, അതിവിടെ ആക്കണമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു വെച്ചത് വത്തിക്കാൻ കൗൺസിലും നമ്മുടെ ജൂബിലി വർഷവും നൽകുന്ന സന്ദേശം പറഞ്ഞു. രണ്ടും കൂടി കപ്പിൾ ചെയ്തിട്ട് 5 കാര്യങ്ങൾ: വചനം ധ്യാനിക്കാൻ, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, അനുരഞ്ജനപ്പെടാൻ, വഴക്കിൽ തീർക്കണം, ഒരുമിച്ച് കൂടണം, പിന്നെ സന്ദേശം ഉൾക്കൊള്ളണം. അമ്മ ത്രേസ്യ പറഞ്ഞ സന്ദേശം ഒന്നാണ്: റിസീവ് ദ ബ്ലെസ്സിങ്, ഗീവ് ദ ബ്ലെസ്സിങ് ആൻഡ് ബി എ ബ്ലെസ്സിങ്. ശരിയല്ലേ? അനുഗ്രഹം സ്വീകരിക്കാൻ എന്തൊക്കെയാണ്? 4 മാർഗങ്ങളാണ്: ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി, പിന്നെ ഈശോയോടുള്ള ഭക്തി, ആ കെട്ടപ്പെട്ട ഈശോയോട് സഹനത്തോടുള്ള ഭക്തി, കുരിശിനോടുള്ള ഭക്തി. എന്നിട്ട് അതെന്ത് ചെയ്യണം? അത് നമ്മൾ 4 രീതിയിലാണ് കൊടുക്കേണ്ടത്. എന്തൊക്കെയാവണം? ശുശ്രൂഷയാവണം, പരിപാലനയാവണം, പിന്നെ ആശ്വാസമാകണം, ശരണമാകണം. അതാണ് ആ രീതിയിൽ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലാകാം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ബ്ലെസ്സിങ് ആവണം, അല്ലേ? ശരിയല്ലേ? ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭർത്താവിനെ തന്നെ മതിയെന്ന് ഒരു ചേച്ചി പറഞ്ഞ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭർത്താവിനെ തന്നെ മതിയെന്ന് തലതിരിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പം അതാണ് ബി എ ബ്ലെസ്സിങ്, ലൈറ്റ് ആൻഡ് സോൾട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാകണം. അതാണ് വിശുദ്ധന്മാർ. എല്ലാം ക്ലിയർ ആയല്ലോ? എഴുന്നേറ്റ് നിൽക്ക്. ആരും ഉറങ്ങണില്ലെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ഗായക സംഘത്തോട് ചേർന്ന് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ നിർമ്മിച്ചരുളുക നാഥ എന്ന പാട്ടിൻ്റെ 4 വരി 2 വട്ടം പാടാം.